അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് മേനോനെ കുറിച്ച് പല കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം എന്റെ മനസ്സിൽ തന്നെ ഉണ്ട്. കൃത്യമായിട്ടുള്ളൊരു അവസരത്തിന് വേണ്ടി ഞാൻ ഇത്രയും നാള് കാത്തിരിക്കുകയായിരുന്നു. സമൂഹത്തിലെ അനീതിക്കെതിരെ സ്വന്തം പേന കൊണ്ട് പടപൊരുതിയ ഒരു ജേർണലിസ്റ്റ്. രണ്ടാമത്തെ നല്ല ശക്തി ഒരു ലേഡി പോലീസ് ഓഫീസറാണ്. ആ കഥയിൽ തിന്മയുടെ പ്രതീകമായി വരുന്നത് മറ്റാരുമല്ല, മയക്കുമരുന്നും ഹ്യൂമൻ ട്രാഫിക്കിങ്ങും മണി ലോണ്ടറിങ്ങും തുടങ്ങി എല്ലാ ഇല്ലീഗൽ ആക്ടിവിറ്റീസിന്റെയും തലവനായി നിൽക്കുന്ന ക്രിമിനലുകളിൽ വെച്ച് ഏറ്റവും ക്രിമിനൽ ആയിട്ടുള്ള ഒരാളാണ്. അയാൾ ആരാണെന്നോ എന്താണെന്നോ ഇന്നും ആർക്കും അറിയില്ല. എല്ലാരും അയാളെ വിളിക്കുന്നത് മേനോൻ എന്നാണ്. എന്റെ അച്ഛനും ആ വനിതാ പോലീസ് ഓഫീസറും ചേർന്ന് അയാളെ പിടിക്കാൻ ഒരുപാട് ശ്രമിച്ചതാ, പക്ഷെ സാധിച്ചില്ല. എന്താ മോളെ നീ പറയുന്നത്? മേനോനെ പറ്റിയുള്ള കഥയാണോ നീ മോളെ കൊണ്ട് എഴുതിപ്പിച്ചത്? ആരെങ്കിലും പറഞ്ഞാ അതൊക്കെ വലിയ ഇഷ്യൂ ആവില്ലേ? അയാൾ ആരാണെന്നും അയാളുടെ സ്വഭാവം എന്താണെന്നും നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ? പലതും ചിന്തിച്ചിട്ടാ ചെറിയച്ച ഞാൻ ഇത്രയും നാളും മേനോനെതിരെ ഒന്നും ചെയ്യാതിരുന്നത്. പക്ഷേ അത് തെറ്റായി പോയെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഇനിയെങ്കിലും എനിക്ക് എന്റെ മനസാക്ഷിയോട് നീതി കാണിക്കണം. അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് മേനോനെ കുറിച്ച് പല കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം എന്റെ മനസ്സിൽ തന്നെ ഉണ്ട്. കൃത്യമായിട്ടുള്ളൊരു അവസരത്തിന് വേണ്ടി ഞാൻ ഇത്രയും നാള് കാത്തിരിക്കുകയായിരുന്നു. ഇനി അങ്ങനെ ഉണ്ടാവില്ല. പ്രതികരിക്കാനുള്ള സമയമായി. കുറച്ചു നാളുകളായിട്ട് ഒതുങ്ങിയിരുന്ന മേനോൻ ഇപ്പൊ വീണ്ടും ആക്റ്റീവായിട്ടുണ്ട്. ഇനി അയാൾ പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടാലും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. ചേച്ചി, മേനോനെതിരെ മുൻപ് നിന്നവരിൽ ഒരാള് ചേച്ചിയുടെ അച്ഛനും മറ്റേത് പോലീസും ആയിരുന്നെന്ന് പറഞ്ഞല്ലോ. അതാരാണെന്ന് ചേച്ചിക്ക് അറിയാവോ? ഇല്ല ദുർഗ, അവരാരാണെന്നോ പേരെന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. അച്ഛൻ എന്നോട് അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. അമ്മ മേനോനെ എതിർത്ത് നിന്ന ആളാണ്. പൂർണിമ ചേച്ചിയുടെ അച്ഛനും മേനോനെ എതിർത്ത് നിന്നതാണെന്ന് പറയുന്നു. അപ്പോ അമ്മ തന്നെ ആയിരിക്കോ ചേച്ചിയുടെ അച്ഛനെ ഹെൽപ്പ് ചെയ്തത്? ഒന്നും ഉറപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇവളെന്തിനാ ലേഡി പോലീസിന്റെ പേര് ചോദിച്ചേ? ഇനി അത് ഇവളുടെ അമ്മയായിരിക്കോ? അതറിയാനായിരിക്കോ ഇവള് പേര് ചോദിച്ചേ? അതിന് ഇവളുടെ അമ്മ ചത്തുപോയില്ലേ? അവർക്ക് മേനോനെ എതിർക്കാനൊക്കെ തൻ്റെ ഇടം ഉണ്ടായിരുന്നോ? ഹേയ്, ഒരിക്കലുമില്ല. അതിനൊന്നും ഒരു സാധ്യതയില്ല. ദുർഗ എന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല ചേച്ചി. ഞാനും ധ്വനിമോളും ഒന്ന് പുറത്തു പോവാ. മോളെ പാർക്കിലൊക്കെ ഒന്ന് കൊണ്ടുപോയി ഒരു ചെറിയ ട്രീറ്റ്. അത് കൊള്ളാം. പോയി അടിച്ചു പൊളിക്കാം. നമുക്ക് പോയി പെട്ടെന്ന് ഡ്രസ്സ് മാറാം. മേനോനെ കുറിച്ച് പൂർണിമേച്ചി ഇത്രയും കാലം ആരും അറിയാതെ അന്വേഷണം നടത്തുമായിരുന്നു. അതെ, നമ്മളാണത് മനസ്സിലാക്കാതിരുന്നത്. എന്നാലും ഇത്രയൊക്കെ അന്വേഷണം നടത്തിയിട്ടും സ്വന്തം അനിയൻ മേനോന്റെ വലങ്കൈയാണെന്നും ഇന്നാട്ടിലെ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഓർഗനൈസ് ചെയ്യുന്നതും മേനോനെ ഹെൽപ്പ് ചെയ്യുന്നതും പൃഥ്വിയാണെന്നും ചേച്ചി അറിയാതെ പോയല്ലോ. ലോകത്തുള്ള സകല കാര്യങ്ങളും മനസ്സിലാക്കിയാലും
എപ്പോഴും കൂടെയുള്ള ആളുടെ മനസ്സറിയാതെ പോകുന്നത് മനുഷ്യരുടെ കോമൺ ക്യാരക്ടറല്ലേ ദുർഗ? ഉം, കൂടുതൽ പേരെ ഒബ്സർവ് ചെയ്താ അങ്ങനെ തോന്നും. ഉം. പൃഥ്വി മേനോന്റെ ആളാണെന്ന കാര്യം നമ്മൾ എത്രയും പെട്ടെന്ന് പൂർണ്ണിമ ചേച്ചി അറിയിക്കണം. അല്ലാതെ ചേച്ചി ഒരിക്കലും അവനെ തിരിച്ചറിയാൻ പോകുന്നില്ല. പെട്ടെന്ന് അങ്ങനെ പറഞ്ഞ പൂർണിമേച്ചി അത് വിശ്വസിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല. തെളിവുകളടക്കം ബോധ്യപ്പെടുത്താൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. താനെന്താ ആലോചിക്കുന്നേ? ഞാൻ പൂർണിമേച്ചിയെക്കുറിച്ചും അതുപോലെ അഷിതയെക്കുറിച്ചും ആലോചിച്ചതാ. പൂർണിമേച്ചിക്ക് പൃഥ്വി എങ്ങനെയാണോ അതുപോലെ തന്നെ എനിക്ക് അഷിതേ. അവരെ അങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ല. അവിടെ വേറൊരു പ്രശ്നം കൂടിയുണ്ട് ദുർഗ. പൂർണ്ണിമ ചേച്ചി സ്വന്തം കുടുംബത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കാനും സൽപ്പേര് നഷ്ടപ്പെടാതിരിക്കാനും എന്ത് ചെയ്യും? പൃഥ്വി മേനോന്റെ ആളാണെന്ന് അറിയുമ്പോൾ പൂർണ്ണിമ ചേച്ചി എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. ചിലപ്പോ അവനെ രക്ഷിച്ചെടുക്കാൻ ശ്രമിച്ചേക്കാം. അല്ലെങ്കിൽ ചിലപ്പോ പെട്ടെന്നുള്ള ദേഷ്യത്തില് പോലീസിൽ ഏൽപ്പിക്കോ വേണ്ടി വന്ന കൊന്നുകളയോ ചെയ്തേക്കാം. അങ്ങനെ എന്ത് സംഭവിച്ചാലും അതെല്ലാം നമുക്ക് നഷ്ടം തന്നെയാ. ഉം. പൃഥ്വി മേനോന്റെ ഒപ്പം നിൽക്കുന്നത് നമുക്കറിയാത്ത എന്തോ കാരണം കൊണ്ടാ. അയാൾ അവനെ ഭീഷണിപ്പെടുത്തിയാണ് ഓരോന്ന് ചെയ്യിക്കുന്നതെന്ന് നമുക്ക് ഇതിനു മുമ്പ് മനസ്സിലായിട്ടുള്ള കാര്യവും ആണ്. അതെ. പക്ഷേ ഇതൊന്നും നമ്മള് പൃഥ്വിയോട് സംസാരിച്ചാ അവൻ സമ്മതിക്കേയില്ല. നമ്മളെ കൊണ്ട് അവനെ തിരുത്താനും പറ്റില്ല. ഉം. പക്ഷെ പൂർണിമേച്ചി വിചാരിച്ചാ ഇതെല്ലാം സാധിക്കും. പൃഥ്വിയും മേനോനും തമ്മിലുള്ള ബന്ധം പൂർണിമ ചേച്ചി അറിയുമ്പോ അവനെ പറഞ്ഞ് തിരുത്താൻ വേണ്ടി നോക്കും. ആ രീതിയിലേക്ക് വേണം നമ്മൾ കാര്യങ്ങൾ എത്തിക്കാൻ. അല്ലെങ്കിൽ അഷിതയുടെ ലൈഫ് പോകും. ഒപ്പം ഈ കുടുംബത്തിലെ സമാധാനവും നശിക്കും. താൻ പറയുന്നത് ശരിയാ. പക്ഷെ ഇതെങ്ങനെ സാധിക്കും? അതിനൊക്കെ വഴിയുണ്ട്. കുറച്ച് ക്ഷമയോടെ പ്ലാൻ ചെയ്താ നമുക്കിതൊക്കെ സാധിച്ചെടുക്കാൻ കിരൺ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ തന്നെ പ്ലാൻ ചെയ്യാം. ഉം. ആ പൂർണിമയാണോ എന്നെ തകർത്തത്? അവളുടെ ഒരു ഇന്ദ്ര TV.